ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസാണ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ലെമൺ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ശരിക്കും ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു നല്ല ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്തും ഇതുപോലത്തെ ഡ്രിങ്കൊക്കെ കുടിക്കുമ്പോൾ നമ്മൾക്ക് നല്ല എനർജിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ജ്യൂസർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിലും അടിച്ചെടുക്കാം. മിക്സിയിലാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുക്കണം എന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ പിന്നെ ഇതിലെ അരിച്ചിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇടുക. ഞാനിത് ഫ്രീസ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നോർമൽ പൈനാപ്പിൾ ആണെങ്കിലും ഇടാം, ഒന്നും പ്രശ്നമില്ല. ഇത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ഇടണം. എന്നിട്ട് ഒരു കഷ്ണം ഇട്ടാൽ മതി. ഇത് ഒരുപാട് ഇടണ്ട, ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമ്മൾക്ക് നാരങ്ങ നീര് ഒഴിക്കുക. ഒരു നാരങ്ങയുടെ ഫുൾ നീര് നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് വെള്ളം കൂടെ ചേർക്കണം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം നമുക്ക്, കാരണം ഇതിൻ്റെ ഫ്ലേവർ മാത്രം മതി നമ്മൾക്ക്. അപ്പം മെയിനായിട്ട് ലെമൺ ജ്യൂസ് ആണല്ലോ, അപ്പോൾ പൈനാപ്പിളിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ മതി. അപ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഒരു കഷ്ണം നാരങ്ങ ചേർക്കുന്നുണ്ട്. ഫുള്ളായിട്ടുള്ള നാരങ്ങ, ഒരു ചെറിയ പീസ് അത് ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. കൂടുതലായിട്ട് ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തോടൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ചുമ്മാ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു ഫ്രഷ് ലൈമിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിനി ഇതിലോട്ട് ഉപ്പ് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. പിന്നെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് അതെങ്ങനെയാണ്, നിങ്ങൾക്ക് കൂടുതൽ വേണോ കുറവ് വേണോ എന്നനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഐസ് ഇടാം. അതിന് ശേഷം സബ്ജാ സീഡ് ഉണ്ടല്ലോ, അത് കുതിർത്ത് വെച്ചത് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് കുടിക്കുക. അത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, ശരിക്കും നല്ല ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള ലൈം ജ്യൂസ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലായിട്ടായിരിക്കും. അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെയും ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ ബൈ.